ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ളത് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക കേട്ടോ. ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വായോ. ഈ ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കോട ഇറങ്ങിയിട്ട് ഇവിടെ എന്താണെന്ന് ഒന്നും മനസ്സിലായി. ഇപ്പം ഇവിടെ നിന്ന് അവിടെ നിന്ന് ഹെഡ്ലൈറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്ത് കണ്ട ഫുള്ള് കോടയാണ്. കണ്ടോ, അടിപൊളി ക്ലൈമറ്റ് ആണ്. പക്ഷെ ചെറിയ മഴയുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ പട്ടിയൊക്കെ നിൽക്കുന്ന റോഡിൽ. അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വന്നിട്ടുള്ള റിസോർട്ട് ഏതാന്ന് മനസ്സിലായോ? ടാലന്റ് റിസോർട്ടാണ്. വയനാട്ടിലാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫുൾ കോടമഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് തന്നെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. ഹേ ഗായ്സ്, വെൽക്കം ടു ടാലന്റ് റിസോർട്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വൈത്തിരി വില്ലാസിലാണ് കേട്ടോ. നമ്മൾ വയനാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വില്ല ടൂർ കാണാം. വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ വില്ലയിൽ വിശാലമായൊരു ഹാളുണ്ട്. നമുക്കിവിടെ ഇരിക്കാനും കളിക്കാനും ഉണ്ട്. കണ്ടോ, അടിപൊളി ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹാളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, അതൊരു അടിപൊളി ഡൈനിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കോഫി ഇട്ട് കുടിക്കണമെങ്കിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു കിച്ചൺ. കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലൈക്ക് ഒരു പുതിയൊരു വീട്ടിൽ പാലുകാച്ചി കയറിയ പോലൊരു ഫീൽ ഉണ്ട്. പിന്നെ ഇതിന് താഴെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള റൂമിലോട്ട് പോവാം. നമ്മുടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓൾറെഡി ഞാൻ തുറന്നു. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ഇങ്ങനെ ലാഗ് ആക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അവിടെ ചെടികളുടെ ഒക്കെ വ്യൂ ഉണ്ട്. അയ്യോ സോറി ഗൈസ്, അവിടെ പിങ്ക് പൂവൊക്കെ കണ്ടു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതെ, ഇതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അടിപൊളിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ബെഡ് ഉണ്ട്, നല്ല രസമുള്ള ഒരു അടിപൊളി ബെഡ്. ഇനി നമുക്ക് അത് കഴിഞ്ഞാല് നമ്മൾ വാർഡ്രോബ് കാണിച്ചു. നമുക്ക് ലോക്കറൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും ഇതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കാരണം കുറച്ചൊരു ക്ലാസി ആയിട്ടുള്ള വാഷ്റൂം ഡോർ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിറർ ഉണ്ട്. ഒരു അടിപൊളി വൈബിൾ ഒരു സ്ഥലമാണ്. കേർട്ടൻ ആണ്. നമുക്കിത് തുറന്നിട്ട് വേണമെങ്കിൽ കുളിക്കാം. അപ്പൊ എനിക്കിപ്പോ സംസാരിക്കാൻ, ഞാനിങ്ങനെ വലുതായിട്ട് സംസാരിക്കുമ്പോ എന്തോ ഒരു പ്രത്യേകത. എന്താന്ന് വെച്ചാല് ഞാൻ പല്ലിന് കണ്ടോ അലൈനർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പൊ അലൈനർ ഇട്ടിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ഇടാണ്ടിരുന്നിട്ട് അലൈനർ ഇട്ടപ്പോ നമുക്ക് പല്ലിലൊക്കെ വന്നതുപോലെ ഒരു ഫീൽ കിട്ടോ. അതാണ്. നമുക്കിനി ഞാനൊരു ബാൽക്കണി ഏരിയ കാണിച്ചു തരാം. നമ്മുടെ ഹോളിന്റെ ഇവിടെയാണ് കേട്ടോ വരുന്നേ. നല്ല രസമില്ലേ? ഇങ്ങോട്ട് എല്ലാ ഡോർസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എല്ലാ അടിപൊളിയായിട്ട് ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ റൂമിലായാലും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ മുകളിൽ വേറെ റൂംസ് ഒക്കെ ഉണ്ട്. സോ എന്താ പറയുക, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ വരുന്നവരാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ റൂം ഇവിടത്തെയും കൂടെ എടുത്താൽ ശരിക്കും ഒരു വീട്ടിന്റെ വൈബ് കിട്ടുവേ. അപ്പൊ എന്തായാലും അടിപൊളിയല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകണം. എന്താണ് സ്പെഷ്യൽ നോക്കാം. അവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡൊക്കെ കിടിലം ഫുഡായിരുന്നേ. ഇന്നത്തെ പ്ലാനിങ് ഫുഡ് കഴിക്കും. പിന്നെ നമ്മളിപ്പോ ഇവിടെ വയനാട് ആയതുകൊണ്ട് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ റിസോർട്ടിൽ ജിമ്മുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നു, പോയി ഒരു 1 മണിക്കൂർ ഉറങ്ങുന്നു, ജിമ്മിൽ പോകുന്നു. പിന്നെ ഇന്ന് മഴ ആ ടൈമിൽ ഇല്ലെങ്കിൽ പൂളിൽ ചാടും, അല്ലെങ്കിൽ നാളെ. എന്റെ പല്ലിളക്കി. നമ്മുടെ മെനു കാർഡ് വന്നിട്ടുണ്ട്. എന്താണ് വേണ്ടത്? സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാർക്ക് കാണാം. താങ്ങിയ മാത്രം കാണിച്ചത്. 3 നമ്പർ ഏട്ടാ. അതെ, 4 3 മതി. എനിക്ക്
അപ്പോൾ അപ്പൊക്കെ ഉണ്ട്. സൂപ്പ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഒന്ന് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് 4 എണ്ണം. നമ്മൾ വന്ന അല്പം ലേറ്റ് ആയി പോയി. ഇപ്പം 2:30 ആയി. അതുകൊണ്ടാണ് ഉണ്ടോ എന്ന് ചോദിച്ചത്. സാലഡ്സിൽ കൊളസ്ലോ ചിക്കൻ സാലഡ് ഒരെണ്ണം. കൊളസ്ലോ ചിക്കൻ സാലഡ്. വിശന്നിട്ടാണ് വന്നിട്ടുണ്ടായേ. അതേ ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് എടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ മക്കളും ചെരുപ്പ് മാറ്റിയ. ഇതാണ് നമ്മുടെ വില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഒരു കാണുന്നത് ഫുള്ള്. ഇത് ഞാൻ ഇപ്പം ചിമ്മിക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. ഗൈസ് ഇന്ന് രാവിലെ തൊട്ട് ചിമ്മിക്കയൊന്നും ഇറങ്ങിയിട്ടില്ല. ഓരോ കളർ ചിമ്മിക്ക ഇട്ടുണ്ട് നടക്കുവാണ്. അതെവിടെ നല്ല സെറ്റ്. നിങ്ങൾ വയനാട് വരാൻ പറ്റിയ ക്ലൈമറ്റ് കേട്ടോ. കാര്യം നല്ല തണുത്ത കാറ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത കാറ്റ്. നമ്മൾ ഈ പൂളിലോട്ടാണ് നമ്മള് മൂന്നാർ പോകേണ്ട ഒരു ആവശ്യമില്ല. വയനാട് വന്നാൽ മതി. അപ്പോൾ ഇവർക്ക് ഒരു ജിം സ്റ്റേഷൻ ഉണ്ട്. അപ്പം അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സും ത്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഗെയിംസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഫുട്ബോളല്ലേ ഇത്, ഒരു ചെറിയ ഫുട്ബോൾ, അതുപോലെ പൂൾ, ദെൻ കണ്ട ഇതിവിടെ ഹോള ലൂപ്പ് കറക്കുവാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഗുഡ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വരാം. ആക്ച്വലി ഞാൻ തേടി കയറി നടന്നു വന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നുണ്ട് കാശ്. അതുപോലെ തന്നെ കണ്ട ഞാൻ പല്ലിൽ അലൈനർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആണ് അലൈനർ ഇട്ടിട്ട്, അതുകൊണ്ട്
സംസാരിക്കുമ്പോൾ തട്ടുമോ എന്നുള്ള പേടിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ്. പാർട്ടി വരലായിട്ടുണ്ട് ജോഗ് ചെയ്യുന്ന കാണുന്നുണ്ട്. സത്യസന്ധമായിട്ട് നിന്നെ കൊണ്ട് പറ്റൂല അത്. ഇത് മൾട്ടി മെഷീനാണ് മക്കളെ, മൾട്ടി മെഷീൻ. തിരുവട്ടിന്ന് ജിമ്മിൽ പോകാത്തതുകൊണ്ട് ഇവിടെ ജിമ്മിൽ പൊളിക്കാന്ന് വേണ്ടി കയറിയിട്ടുണ്ട്. നിന്നെ കൂടെ പറ്റും, നീ പൊങ്ങി പോവാ എൻ്റെ മണ്ടയിൽ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇങ്ങനെ കിടക്കുമ്പോഴല്ല ബെഡിൽ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ ആക്ച്വലി ഫുഡ് റൂമിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചാൽ പിന്നെ ഡിന്നർ എന്ന് നമുക്ക് ഇവിടെ എന്നിട്ട് സമാധാനത്തിൽ കഴിക്കാനുള്ളത്. ഇപ്പൊ നമ്മള് ലഞ്ച് കഴിച്ചു ഇവിടുന്ന്. അതുപോലെ ഇപ്പൊ ടീ കുടിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആൻഡ് മെയിൻലി ഇവിടുത്തെ ആംബിയൻസ് കിട്ടില്ല. ആംബിയൻസ് ഗൈസ് നല്ല തണുപ്പ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ നല്ല തണുപ്പാണ്. ഒരു ഊട്ടി മൂന്നാർ വൈബ്. മൂന്നാറൊന്നും പോകേണ്ട ആവശ്യമില്ല, വയനാടോട്ട് വന്നാൽ മതി. നാളെ രാവിലെ എണീറ്റിട്ട് പരിപാടികൾ നോക്കണം. ഈ കാലാവസ്ഥ ഒരു 12 മണി തൊട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. വൈകിട്ട് 6 മണിയായപ്പോഴാണ് മഴ മാറിയത്. മഴ മാറിയപ്പോ പിന്നെ ലൈറ്റ്. നമ്മൾ വിചാരിച്ചത് ഇന്ന് തന്നെ പൂളി ഇറങ്ങും, വന്നോണ്ട് ഡ്രസ്സൊക്കെ മാറ്റി പൂളി ചാടാനായിരുന്നു. പക്ഷെ നമ്മൾ വന്നിടം തന്നെ ഭയങ്കര മഴയുമായിരുന്നു. അപ്പൊ തന്നെ വാപ്പായും അപ്പും ഉറങ്ങുകയും ചെയ്തു. അതായത് രാത്രി നമ്മൾ 12 മണി തൊട്ട് അവിടെ തിരിച്ചാണ്. അപ്പോൾ വണ്ടി ഓടിച്ചു വരുന്നതുകൊണ്ട് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. വന്നപ്പോൾ നല്ല ക്ഷീണമായി പോയി. പിന്നെ വന്ന് നമ്മൾ ഓരോ അൽഫല ഉറങ്ങിയില്ല, അൽഫലന്റെ കൂടെ ഉറങ്ങിയിരുന്നു. ഇവർ രണ്ടും നല്ല നമ്മൾ ഇത്തിരി ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇവർ രണ്ടുപേരും വന്നിട്ട് പുറത്ത് വീഡിയോ എടുക്കാൻ പോളില്ലേ. ഞങ്ങൾ ഇത്രയും ദൂരം 10 മണിക്കൂർ 10 മണിക്കൂറല്ല, നമ്മൾ ഏകദേശം 10 മണിക്കൂർ നമ്മൾ ഉറക്കമായിരുന്നു. അതാ മഴയെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം തൊട്ട് ഇവിടെ വയനാട് ഇവിടെയും മഴ, ഫുള്ള് മഴ, റോഡ് കാണാൻ വയ്യാത്ത മഴ. വയനാട് വരുന്നെങ്കിൽ ഫാമിലി ആയിട്ടായാലും അല്ല നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ ഒരു കുറച്ച് ഫാമിലി ഒരുമിച്ച് വരും എല്ലാവരും കൂടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പറയുന്ന പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ റെസ്റ്റോറന്റ് പക്ക, ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ഫുഡും നല്ല സൂപ്പർ ആയിരുന്നു. ഇത് എല്ലാത്തിനെയും കാലം നല്ലത് ഫോട്ടോ എടുക്കാൻ കുറെ ഡ്രസ്സുമായിട്ട് വന്ന സൂപ്പർ പ്ലേസ് ആണ്. നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ ഒരുപാട് പ്ലേസുകളുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നില്ലേ, നല്ല അടിപൊളി തണുപ്പായിരുന്നു. കിടന്ന് ഉറങ്ങി, നല്ല സെറ്റായി കിടന്ന് ഉറങ്ങി. രാവിലെ 9 മണിക്കാണ് ഉറക്കണീറ്റത്. ഇപ്പോഴും ക്ലൈമറ്റ് നല്ല മഴയും മഞ്ഞുമാണ്. ഇതാ പുറത്തോട്ടൊക്കെ കാണാം, ഗ്ലാസ്സിലൊക്കെ മഞ്ഞ് പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തിരക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ ആൾക്കാർ. ദോശ സാമ്പാർ സൂപ്പറാണ്. സൂപ്പറല്ലേ? ഞാൻ സാമ്പാറല്ല എടുത്തത്. ഇത് ഓൾറെഡി അൽഫല എന്തിനാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിക്ക് രാവിലത്തെ ഒരു ഞാനൊന്ന് പൂളിൽ ഇറങ്ങല്ലേ, ഞങ്ങൾ അതുകൊണ്ട് ഇല്ലാതെ ഉറങ്ങണ്ടെന്ന്. ഉള്ളിറങ്ങാൻ നല്ല മഴ. ഇതെന്താ ദോശ കഴിച്ചത്? ഇത് ഫുഡ് കഴിക്കാൻ വലിയ പാടിയാണ്. ഇവിടെ തന്നെ കാണാം.
ഹായ്. ഹലോ മാഡം. ഇവിടെ എല്ലാ ആൾക്കാർ വന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട്. റൂമിൽ അവർ ഗാനമേളയൊക്കെ നടത്തുന്നുണ്ട് ടീംസായിട്ട് വന്നിട്ട്. പക്ഷെ അതിനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. ആദ്യമായിട്ടായിരിക്കും കുടയും പിടിച്ചോണ്ട് ആൾക്കാർ പൂളിൽ. നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് കുടയും പിടിച്ചോണ്ട് പൂളിൽ. പിന്നെ എന്തിനാണ് പൂളിൽ ഇറങ്ങിയെന്ന് ചോദിക്കും. പക്ഷേ പനി വരാണ്ടിരിക്കാൻ ഞാൻ ഷവർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ചൂടാണ്, അപ്പം നമുക്ക് തണുപ്പാണ്. ഗസ്റ്റ് എല്ലാവരും നോക്കുന്നുണ്ട്. നമുക്ക് ഈ മഴവെള്ളം വീഴുമ്പോൾ തണുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ച ഐഡിയ ആണ് ഇങ്ങനെ പോകാം എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ചൂട്, കുറച്ച് ചൂടുവെള്ളമാണ്. എല്ലാവരും നമ്മളിൽ തന്നെ നോക്കണം ഗൈസ്. ഒരാൾ ഇറങ്ങിയിട്ട് അതേപോലെ ഓടും. നമുക്ക് നീന്തിപ്പോവാം. എങ്ങനെയുണ്ട്? കോട ഇറങ്ങി തുടങ്ങി. നല്ല തണുപ്പുണ്ട്. തണുത്ത് വിറച്ചു. ഞാൻ പെട്ട് ഗൈസ്. ഇവിടെ പെട്ടെന്നില്ല, ചുമ്മാതെ കണ്ട നല്ല കോടമഞ്ഞും നല്ല മഴയും നല്ല ഹെവി റെയിനാണ് കേട്ടാ. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാം. റിസോർട്ട് കിടിലമാണ്, പക്ഷെ മഴ റെഡ് അലേർട്ട് ആണ് ഇവിടെ. റിസോർട്ട് കിടിലം. പക്ഷെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ തണുപ്പ്. റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം. റൂമിൽ പോയി ഉറങ്ങാം. വൗ, നൈസ് വ്യൂ. പൂളിൽ കുളിക്കാൻ രണ്ടുപേരും വെളിയിൽ തന്നെ നിൽക്കുന്നത്. എന്തോ ആടെ നിങ്ങളിങ്ങനെ കറങ്ങാം. നമ്മൾ കുട പിടിച്ചെങ്ങനെ നമ്മൾ ഇറങ്ങി, നിങ്ങൾ വെള്ളത്തിൽ പോലെ ഇറങ്ങിയില്ല. ഇതാ ഓ വാ കുറച്ച്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ പൂളിൽ കുളിച്ച് മറിഞ്ഞ് മഴയത്ത് ഫുൾ മഴ വൈബായി. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. നമ്മളിത് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പോവുകയാണേ. അപ്പോൾ ടാലന്റ് റിസോർട്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ആൻഡ് ഇവിടെ ഈ ഒരു വില്ല എന്ന് പറയുമ്പോൾ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പോവാണ് ഗായ്സ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ